പശ്ചിമബംഗാളിലെ നാടകീയ സംഭവവികാസങ്ങൾ അല്പസമയത്തിനകം സിബിഐ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. കോടതിയലക്ഷ്യ ഹർജി സിബിഐ ഫയൽ ചെയ്യും. കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ റെയ്ഡിനെത്തിയ സിബിഐ ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നീക്കം. ബംഗാൾ ഡിജിപിയോടും ചീഫ് സെക്രട്ടറിയോടും ഗവർണർ വിശദീകരണം തേടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, 13 മണിക്കൂറായി മമതയുടെ സത്യാഗ്രഹം തുടരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം വിഷയം കോടതിക്ക് മുന്നിൽ എത്തുമെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. ഗോപി, തീർച്ചയായും ബംഗാളിലെ നാടകീയ സംഭവങ്ങൾ തുടരുകയാണ്. മമതാ ബാനർജി ഇപ്പോഴും സത്യാഗ്രഹം ഇരിക്കുകയാണ് കൊൽക്കത്തയിൽ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് മമതയുടെ സത്യാഗ്രഹം ആരംഭിച്ചിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അന്വേഷണത്തിന് സിബിഐ സംഘം എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായിരുന്നത്. കൊൽക്കത്ത പോലീസും സിബിഐയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ നടന്നു. 5 സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യവുമുണ്ടായി. മമത ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സിബിഐ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ സത്യാഗ്രഹം നടത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ വലിയ പിന്തുണ ഈ സത്യാഗ്രഹത്തിന് ഏറി വരികയാണ്. അരവിന്ദ് കെജ്രിവാളും തേജസ്വി യാദവും അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ ഇന്ന് മമതാ ബാനർജിയെ കണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി കൊൽക്കത്ത സന്ദർശിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങൾക്കിടെയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ തർക്കം എത്തുന്നത്. ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 2014 അന്വേഷണത്തിന് ഉത്തരവിട്ടത് സുപ്രീം കോടതിയായിരുന്നു. ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പുകളിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്നാണ് സുപ്രീം കോടതി അന്ന് നൽകിയിരുന്ന ഉത്തരവ്. മാത്രമല്ല, ഈ അന്വേഷണവുമായി സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിക്കണമെന്നും സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന് വിഘാതം സൃഷ്ടിക്കാൻ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് സിബിഐയുടെ ആരോപണം. ഇന്നലെ രാത്രി തന്നെ സിബിഐയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനമായിരുന്നു. നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം രാത്രി തന്നെ ഹർജിക്ക് രൂപവും നൽകി. ഇന്നിപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയാണ് ഫയൽ ചെയ്യാൻ പോകുന്നത് സിബിഐ സുപ്രീം കോടതിയിൽ. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ സുപ്രീം കോടതി അന്വേഷണത്തെ അട്ടിമറിക്കാൻ, ഒപ്പം ആരോപണ വിധേയരായവരെ സംരക്ഷിക്കാൻ സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരും ശ്രമിച്ചുവെന്നാണ് സിബിഐ ഈ ഹർജിയിൽ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം. സംസ്ഥാന ചീഫ് സെക്രട്ടറി, ഡിജിപി, ഒപ്പം കൊൽക്കത്ത ഒരുപാട് സംഭവവികാസങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനും വരും മണിക്കൂറുകളിൽ കോടതി എന്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് മമതയും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാധ്യതകൾ, നിയമപരമായ സാധ്യതകൾ ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ രാജ്യം ചർച്ച ചെയ്യുന്നതും ആ വിഷയം തന്നെയാണ്. ഉണ്ണിയിലേക്ക് വരാം. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഗവർണർ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണം വേണം എന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നൊക്കെ രാഷ്ട്രീയമായി പറയാമെങ്കിലും നിയമപരമായി മമതയുടെ ഇപ്പോഴത്തെ നടപടികൾക്ക് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? നിയമപരമായി മമതാ ബാനർജിയുടെ നിലപാട് ദുർബലമാവുകയാണ്. കാരണം CBIക്ക് പശ്ചിമബംഗാളിൽ പ്രവർത്തന അനുമതി മമതാ ബാനർജി നൽകിയിരുന്ന അനുമതി കഴിഞ്ഞ നവംബറിൽ പിൻവലിച്ചു. പക്ഷെ അങ്ങനെ മാത്രമല്ലല്ലോ CBIക്ക് ഒരു സംസ്ഥാനത്തേക്ക് വരാവുന്നത്. കോടതിയുടെ അനുവാദത്തോടെയും CBIക്ക് ഒരു സംസ്ഥാനത്തേക്ക് അന്വേഷണത്തിന് വേണ്ടി കടന്നു വരാം. ഇവിടെ സുപ്രീം കോടതി നൽകിയ അനുവാദത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ശാരദ ചിട്ടി കേസ് അന്വേഷിക്കുന്നതിന് CBI കൊൽക്കത്തയിലെത്തിയത്. അവരുമായി സഹകരിക്കുക എന്നുള്ളത് കൽക്കട്ട പോലീസിന്റെ ചുമതലയാണ്. ആ സഹകരണം അവിടെ ഉണ്ടായില്ല. അതിനു പകരം സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ സംഭവിച്ചു. CBIയെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്യുക, സംസ്ഥാന പോലീസിനെ CBI വളയുക, അതൊക്കെ ഒരു കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഭരണഘടനാപരമായ പ്രതിസന്ധി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ ഒരുപക്ഷെ കേന്ദ്രത്തിന് അവിടെ ഇടപെടാവുന്ന സാഹചര്യം വരെയുണ്ട്. പക്ഷെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും? അവിടെ ഭരണഘടനയും നിയമവും മാത്രം നോക്കിയാൽ പോരാ, അവിടെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമായി ഒരു വലിയ മുന്നേറ്റത്തിന് ആണ് മമത ശ്രമിക്കുന്നത്. മമതയുടെ പിന്നിൽ രാജ്യത്തെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രിമാരുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അവിടെ വൈകാരികമായി പ്രതികരിക്കുന്ന നേതാവാണ് മമതാ ബാനർജി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൈകാരികമായ പ്രതികരണം ഒരു വശത്ത്, വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള പ്രവർത്തനം മറുവശത്ത്. ഇത് രണ്ടും ചേരുമ്പോൾ അപകടത്തിലാകുന്നത് ഭരണഘടനയാണ്. അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഏതാനും സമയത്തിനകം ആ ഇടപെടൽ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായും ഇതിന്റെ അന്തിമ വാക്ക് സുപ്രീം കോടതി തന്നെയാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതി അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗാൾ പോലീസിനോട് സഹകരിക്കണമെന്ന്. ആ സുപ്രീം കോടതി ഉത്തരവിനെയാണ് ഇപ്പോൾ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി ലംഘിച്ചിട്ടുള്ളതും. ഇതൊരു കടന്ന കൈയായി തോന്നുന്നുണ്ടോ രാഷ്ട്രീയമായി? ഇപ്പൊ സിംഗൂർ മോഡൽ ഒരു വികാരപരമായ സമരമായിരിക്കാം ചിലപ്പോൾ മമതയും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ ഏറ്റവും കരുത്തുറ്റ നേതാവ് എന്ന രീതിയിലുള്ള വളർച്ചയും. പക്ഷേ അതിനൊക്കെ അപ്പുറം ഭരണഘടനയ്ക്ക് ഉയർത്തിപ്പിടിച്ച് കേന്ദ്രത്തിന് ഇടപെടാനുള്ള സാധ്യതകൾ കൂടി വളരെ വിപുലമായി തുറന്നിടുന്നില്ലേ ഈ ഒരു രാഷ്ട്രീയ നീക്കം?
അല്ല, ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 356 ആണല്ലോ ഏറ്റവും വലിയ ഇടപെടൽ, പിരിച്ചുവിടൽ. അതുവരെ ഒരുപക്ഷെ മമത പ്രതീക്ഷിക്കുന്നുണ്ടാവും, മമത ഉള്ളിന്റെ ഉള്ളിൽ സ്വാഗതം ചെയ്യുന്നുണ്ടാവും. എന്നാൽ മമത എപ്പോഴും ഒരു രക്തസാക്ഷി പരിവേഷം അത് ആവശ്യമുണ്ട്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന നേതാവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വലിയ ഏറ്റുമുട്ടലിന്, രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിന് മമത തയ്യാറാകും. അവിടെ മുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലം നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു കഴിയും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടാകും. അത് മാത്രമല്ല, മമതയുടെ ഇപ്പോഴത്തെ അജണ്ട മുഖ്യമന്ത്രി പദം നിലനിർത്തുക എന്നുള്ളതല്ല, പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് എന്തും ചെയ്യുന്നതിനും സാഹസികമായി പ്രതികരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മമത തയ്യാറാകുന്നത്. തീർച്ചയായും താങ്കളുടെ നിരീക്ഷണവും വളരെ ശ്രദ്ധേയവുമാണ്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കൃത്യമായും ഇവിടെ രണ്ട് സർക്കാരുകളിൽ രാഷ്ട്രീയപരമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും നിയമ സംവിധാനവും തന്നെയാണ് ചോദ്യചിഹ്നമാകുന്നത്. അതിന്റെ ഉത്തരവാണ് സുപ്രീം കോടതി നമ്മൾ തേടുന്നത്. വളരെ നന്ദി സെബാസ്റ്റ്യൻ പുള്ളിക്കാട്ടത്തിൽ പ്രതികരിച്ചതിന്. ഉണ്ണിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഉണ്ണി, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗവർണർ വിശദീകരണം ചോദിച്ചിരിക്കുന്നു. രാഷ്ട്രപതി ഭരണം വേണമെന്ന് BJP പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ രാഷ്ട്രീയ സാധ്യതകൾ? ഇന്നലെ ഈ സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ BJP അതിനെ ശക്തമായ മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച് തൃണമൂലിനെതിരെ ആക്രമണം തുടങ്ങിയതാണ്. BJP ആവശ്യപ്പെടുന്നത് CBI സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന അന്വേഷണത്തെ തടയാനാണ് മമതാ സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിയമപരമായ നടപടി വേണം. ഒപ്പം സാധ്യമെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യത പോലും പരിശോധിക്കണമെന്ന ആവശ്യമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഈ തുറന്ന പോര് തുടങ്ങിയിട്ട് വളരെ നാളുകളായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ തന്നെ BJPയും തൃണമൂലും തമ്മിലുള്ള തർക്കം തുടങ്ങിയതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP രഥയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് തന്നെ മമത അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴും രഥയാത്രയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. അതിന് പിന്നാലെ BJPയുടെ പ്രമുഖ നേതാക്കൾ എത്തിയപ്പോൾ അവരുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനും മറ്റും അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു മമതയുടെ നിലപാടുകൾ. അതിനെ കൂടി ചോദ്യം ചെയ്യാൻ BJP ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ CBI വിവാദം ഉടലെടുക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായി ഇതിനെ മമതാ സർക്കാരിനെ ഒതുക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് BJPയുടെയും ശ്രമം. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമ്മർദ്ദം ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രപതി ഭരണമൊക്കെ പ്രഖ്യാപിച്ച് മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക മമതയ്ക്ക് തന്നെയായിരിക്കും. മമത അങ്ങനെ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് അത്തരമൊരു ആവശ്യത്തിൽ BJP വളരെ ശക്തമായി ഉറച്ചു നിൽക്കുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJPക്ക് തടസ്സമുണ്ടാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ന് കാണാൻ BJP നേതാക്കൾ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണമടക്കമുള്ള ആവശ്യങ്ങൾ ഇന്നിപ്പോൾ പാർലമെന്റിൽ BJP ഉന്നയിക്കുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായി വളരെ ശക്തമായ വിഷയമായി ഇത് സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകം ഒട്ടുമിക്ക പ്രതിപക്ഷ നേതാക്കളും മമതാ ബാനർജിയെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. CPM മാത്രമാണ് ഇക്കാര്യത്തിൽ മമതയ്ക്ക് പ്രത്യക്ഷത്തിലുള്ള പിന്തുണയുമായി രംഗത്തെത്താത്തത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും BSPയും RJDയും അടക്കമുള്ള പാർട്ടികൾ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മമതാ ബാനർജിക്ക്. പാർലമെന്റിലടക്കം ഈ വിഷയത്തെ ഫെഡറലിസത്തിനെതിരായ ആക്രമണമായും CBIയുടെ ദുരുപയോഗമായും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും പ്രതിപക്ഷം രംഗത്തെത്തുക. ഉണ്ണി, എപ്പോഴും കോടതി എന്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഫെഡറലിസത്തിനെതിരായ കടന്നുകയറ്റം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാക്കി കഴിഞ്ഞാലും 10:30 കോടതി ചേർന്ന് ഈ CBIയെ തടഞ്ഞ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാദം നിൽക്കുമോ? തീർച്ചയായും രാഷ്ട്രീയം ഒപ്പം നിയമം ആ രീതിയിൽ തന്നെ വേണം കാര്യങ്ങളെ നോക്കിക്കാണാൻ. 10:30 കോടതിയിൽ ഈ വിഷയം പരാമർശിക്കുമ്പോൾ ഒരുപക്ഷെ സുപ്രീം കോടതി പശ്ചിമബംഗാൾ സർക്കാരിനും കൊൽക്കത്ത പോലീസിനുമെതിരെ പരാമർശങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണം തടസ്സപ്പെടുത്താൻ DGPയും ഒപ്പം കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ ശ്രമിച്ചുവെന്നാണ് CBIയുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രാവിലെ 10:30 ആവശ്യപ്പെടാൻ പോകുന്നത് ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണം, ഇവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണം. മാത്രമല്ല കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായിക്കൊണ്ട് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കണം. ഈ ഉത്തരവിറക്കാനും ഹർജി അടിയന്തരമായി പരിഗണിക്കാനും സുപ്രീം കോടതി തയ്യാറാകുന്നു എന്ന് കരുതുക. മാത്രമല്ല ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന സത്യാഗ്രഹം അടക്കമുള്ള പ്രതിഷേധങ്ങളെ കോടതി തള്ളിപ്പറയുകയും കൂടി ചെയ്താൽ മമതാ ബാനർജി ആ രീതിയിൽ പ്രതിസന്ധിയിലാവുക തന്നെ ചെയ്യും. കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായാൽ നിയമപരമായി മമതയുടെ നടപടി തെറ്റാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ രാഷ്ട്രീയമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ നിയമത്തിനൊക്കെ അതീതമായ ഈ പ്രതിഷേധങ്ങൾ മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സിംഗൂർ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. 27 ദിവസമാണ് ഇതേ വേദിയിൽ തന്നെ മമതാ ബാനർജി വളരെ ശക്തമായ പ്രതിഷേധ ധർണ ഇരുന്നത്. അതുകൊണ്ട് തന്നെ മമത രാഷ്ട്രീയ
രാഷ്ട്രീയമായി തന്നെ നേരിടുക, ആ രീതിയിൽ ബംഗാളിൽ ഒരു പ്രാദേശികമായ വികാരം ഉണ്ടാക്കുക എന്നതിനായിരിക്കും ഊന്നൽ നൽകുക. അതേസമയം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഏറ്റുകഴിഞ്ഞാൽ മമതയ്ക്കും ഒപ്പം പ്രതിപക്ഷത്ത് നിന്ന് പിന്തുണയായി എത്തിയവരുമൊക്കെ അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് ജുഡീഷ്യറിയുടെ നിലപാടിനൊപ്പം നിൽക്കുമോ എന്നും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കോടതിയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഉണ്ണിയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീലാൽ കൂടി ചേരുന്നു. ശ്രീലാൽ, ആത്യന്തികമായി കോടതി എന്തു പറയുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറിൽ നമ്മൾ നോക്കുന്നതും അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യവും. പക്ഷേ നിലവിലെ ഘട്ടത്തിൽ അത്യപൂർവമായ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. തികഞ്ഞ രാഷ്ട്രീയവുമാണത്. ഈ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീലാലിന്റെ നോട്ടത്തിൽ? ഗോപി, ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ അനുകൂല ഘടകമാക്കാമെന്നുള്ള മമതാ ബാനർജിയുടെ പൊളിറ്റിക്കൽ സ്കില്ലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മുമ്പ് മമതാ ബാനർജി ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മമതാ ബാനർജി എപ്പോഴും പൊളിറ്റിക്കൽ ലൈംലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ഈ പ്രതിഷേധത്തിൽ, ഇത്തവണത്തെ ഈ പ്രകടനത്തിൽ മമതയ്ക്ക് മറ്റു ചില ആലോചനകൾ കൂടിയുണ്ട്. ഇവിടെ മമതാ ബാനർജിക്കെതിരെ കേന്ദ്ര സർക്കാർ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മമതാ ബാനർജിക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങുന്നത്. അതായത് ബംഗാൾ മുഖ്യമന്ത്രി എന്നുള്ളത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ ഐക്യത്തിന് ശ്രമിക്കുന്ന മമതാ ബാനർജിയാണ് ഒരു ഭാഗത്തുള്ളത്. അവിടെ മമതാ ബാനർജിക്ക് ഇതുവരെ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ മമതാ ബാനർജിയുടെ പിന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നുവെന്ന്. തേജസ്വി യാദവ് അല്പസമയത്തിനുള്ളിൽ കൊൽക്കത്തയിലെത്തും. അതോടൊപ്പം തന്നെ മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളും മമതാ ബാനർജിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് പ്രതിപക്ഷ നിരയുടെ ഒരു നേതൃനിരയിലേക്ക് തന്നെ സ്വയം പ്രതിഷ്ഠിക്കുന്ന ഒരു നടപടി കൂടിയാണ് മമതാ ബാനർജി ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു പ്രതിസന്ധി എങ്ങോട്ട് തിരിഞ്ഞാലും അത് മമതാ ബാനർജിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. 1961 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. അതായത് ഒരു സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസിയായ CBIക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം, അവിടുത്തെ ലോക്കൽ പോലീസിന്റെ അനുമതി വേണം എന്നുള്ള ഒരു വിധിയുണ്ട്. ആ വിധി വെച്ചാണ് ഇപ്പോൾ വാദിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിധി മറികടക്കാൻ പ്രാപ്തമായ നടപടികൾ ബംഗാളിൽ CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാകും പ്രധാന വാദം. അത് മറികടന്നുള്ള ഒരു വിധി, അല്ലെങ്കിൽ അത് മറികടക്കുന്നത് എങ്ങനെ സർക്കാർ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എന്തായാലും ഇവിടെ മമതാ ബാനർജി വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മമതാ ബാനർജി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏത് സാഹചര്യത്തിൽ വ്യക്തമാണ് ശ്രീലാൽ പറഞ്ഞത്. പക്ഷേ ഒരു സംശയം ചെറുതായിട്ട്, അതായത് നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ പോലെ മമതാ ബാനർജിയുടെ ലക്ഷ്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുക എന്നുള്ളതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളുണ്ട്. ശ്രീലാൽ തന്നെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി പദം അടക്കമുള്ള പ്രതിപക്ഷ നിരയുടെ നേതൃത്വം അടക്കമുള്ള വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കളി നിൽക്കുന്നത് മോദി വെസ് മമത എന്നാണ്. പക്ഷേ സുപ്രീം കോടതി മമതയ്ക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ മാറില്ലേ? പിന്നെ കോടതി വേഴ്സസ് മമത എന്നായില്ലേ? അപ്പോൾ എത്രമാത്രം ഈ പ്രതിപക്ഷ നിരയ്ക്ക് ഇവരെ കൂടെ നിൽക്കാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ? ഗോപി, ഇവിടെ മമതാ ബാനർജി ബംഗാൾ സർക്കാർ കോടതിയിൽ വയ്ക്കാൻ പോകുന്നത് നടപടികൾ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെയാണ് സംസ്ഥാനത്തിന്റെ അധികാരമുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസി കടന്നു കയറിയത് എന്നുള്ളതാണ്. അവിടെ തന്നെ കേന്ദ്ര സർക്കാർ ചില നടപടികൾ ഉണ്ടാകുന്നു. കേന്ദ്രത്തെ നയിക്കുന്ന മോദിയും അതോടൊപ്പം തന്നെ ആ പ്രധാനമന്ത്രിയെ നയിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ അമിത്ഷായും ചേർന്നുള്ള ഒരു നാടകമാണിത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതിയിലും വാദിക്കാൻ പോകുന്നത്. എവിടെയായാലും ഇനി ഒരു ഭാഗത്ത് മമതാ ബാനർജിയുടെ കോടതി വിധി എന്ത് തന്നെ വന്നാലും, കോടതി വിധി ഇനിയിപ്പോൾ അനുകൂലമായി വരികയാണെങ്കിൽ മമതാ ബാനർജി ഈ കൊൽക്കത്ത പോലീസ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ CBI അനുവദിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോഴും CBIക്ക് വഴിവിട്ട ചില കളികൾ നടത്താനുള്ള സാഹചര്യം മമതാ ബാനർജി ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഇന്നലെ ഈ പോലീസ് കമ്മീഷണറെ CBI അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ സാധിക്കുമായിരുന്ന ഒരു ഡാമേജ് അതിനേക്കാൾ എത്രയോ കുറവായിരിക്കും ഇനിയിപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ CBI വന്ന് ഈ കൊൽക്കത്ത പോലീസ് കമ്മീഷനെ അറസ്റ്റ് ചെയ്താൽ പോലും അത് മമതാ ബാനർജിക്ക് ഒരു വലിയ വിജയമായി തന്നെ കാണാൻ പറ്റും. കോടതിയുടെ വിധിയെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് വേണമെങ്കിൽ മമതാ ബാനർജി നിലപാട് മാറ്റും. മമതാ ബാനർജി ചൂടുമാറ്റങ്ങൾക്ക് എപ്പോഴും ഒരു കാലത്തും ചൂടുമാറ്റാൻ മമതാ ബാനർജി മടി കാണിച്ചിട്ടില്ലാത്ത ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും പ്രതികൂലമായ പരാമർശം ഉണ്ടായാൽ കോടതിക്കൊപ്പം നിൽക്കും മമതാ ബാനർജി. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ CBI എത്തിയപ്പോൾ ആ CBIയെ വളരെ ശക്തിയുക്തം തടയുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇത് ആദ്യമല്ല, ഇതിനു മുമ്പ് ആന്ധ്രയിലും ബംഗാളിലും CBIയുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലും പുറപ്പെടുവിച്ച 2 സംസ്ഥാനങ്ങളാണ്. അത് ഒന്ന് മമതാ ബാനർജി തന്നെയാണ് അത്തരമൊരു നീക്കം നടത്തിയതും. ശാരദാ സ്കാം മമതാ ബാനർജിയെ തുടക്കം മുതൽ വേട്ടയാടുന്ന ഒരു വിഷയമായിരുന്നു. മെയ് 2014 ശാരദാ സ്കാം CBI അന്വേഷിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കോടതിയിൽ ചോദിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ചോദ്യം, മമതാ ബാനർജി ചോദിക്കാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യം, ഇതുവരെയും എന്തുകൊണ്ട് CBI ഇത്തരമൊരു നടപടി സ്വീകരിച്ചില്ല? തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് CBI ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നു? ഇങ്ങനെ മമതാ ബാനർജിക്ക് ഇന്നലത്തെ രാഷ്ട്രീയ നാടകത്തിലൂടെ, ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട ഇപ്പോഴും തുടരുന്ന ഈ രാഷ്ട്രീയ നാടകത്തിലൂടെ ചോദിക്കാൻ ഒട്ടേറെ ചോദ്യങ്ങൾ മമതാ ബാനർജിക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അത് തന്നെയാണ് മമതാ ബാനർജി ലക്ഷ്യമെടുത്തത്. കോടതി വിധി പ്രതികൂലമായാൽ തീർച്ചയായും മമതാ ബാനർജി അത് അംഗീകരിക്കും. കാരണം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അംഗീകരിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ തുടർ നടപടികളിൽ മറ്റു കാര്യങ്ങളിലുണ്ടാകും. അത് മമതാ ബാനർജിക്ക് നന്നായി അറിയാം.
കോടതി വിധി വരുമ്പോൾ മമതാ ബാനർജി അതിനെ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതുവരെയുള്ള ഒരു സമയം അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേട്ടം കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദിയെ, അമിത്ഷായെ നേരിട്ട് എതിർക്കുന്ന, ശക്തിയുക്തം എതിർക്കുന്ന, തുറന്ന മനസ്സോടെ നെഞ്ചുവിരിച്ച് നിന്ന് എതിർക്കുന്ന ഒരു നേതാവായി മമതാ പറഞ്ഞതും അതായത് ശ്രീലാൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നിര, മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വം ഇന്ന് കൊൽക്കത്തയിലേക്ക് പോവുകയാണ്. മമതയ്ക്ക് പിന്നാലെ അണിനിരത്താൻ, പ്രതിപക്ഷ നിരയെ അണിനിരത്താൻ അതിന്റെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഈ നിമിഷമെങ്കിലും പ്രതീക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന രാഷ്ട്രീയ നേട്ടം. ഇനി ഉണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉണ്ണി, ശ്രീലാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം കോടതി അലക്ഷ്യ ഹർജി കോടതി എടുക്കുന്നു വെച്ചാൽ ഏതൊക്കെ കക്ഷികളെയാണ് കേൾക്കുക? അപ്പോൾ ബംഗാൾ സർക്കാരിന് വിശദീകരിക്കാനുള്ള സമയം ഉണ്ടാവും. എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന കോടതി നടപടികൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം? ഗോപി, അതായത് രാവിലെ 10:30 സുപ്രീം കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് മുമ്പാകെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കുക. CBI അറിയിക്കാൻ പോകുന്ന കാര്യം 2014 ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിൽ അന്വേഷണത്തിന് സുപ്രീം കോടതിയാണ് CBIയെ ചുമതലപ്പെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള അന്വേഷണ നടപടികൾക്ക് ചുമതലപ്പെടുത്തുമ്പോഴുള്ള ഉത്തരവിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ള കാര്യം. അന്വേഷണവുമായി പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല. രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യലിനായി നിരവധി തവണ നോട്ടീസ് അയച്ചിരുന്നു, എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് CBI അറിയിക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് CBI ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി ഇലക്ഷൻ നടപടി വേണമെന്നാണ് CBI ഉന്നയിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. കോടതി ഇലക്ഷൻ ഹർജിക്ക് രൂപമായിട്ടുണ്ട്. അതിപ്പോൾ അറ്റോർണി ജനറൽ KK വേണുഗോപാലിന്റെ അംഗീകാരത്തിനായി നൽകിയിരിക്കുകയാണ്. അംഗീകാരം ലഭിച്ച ഉടൻ അത് ഫയൽ ചെയ്യും രജിസ്ട്രിയിൽ. അതിനുശേഷം 10:30 മെൻഷൻ ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഈ കോടതി ഇലക്ഷൻ ഹർജിയിൽ കോടതി ഇലക്ഷത്തിന് നടപടി ആവശ്യപ്പെടാൻ പോകുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവർക്കെതിരെയാണ്. ഇതിനു പുറമെ മറ്റൊരു അപേക്ഷ കൂടി ഫയൽ ചെയ്യും. സംസ്ഥാന പോലീസിലെ രാജീവ് കുമാർ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ ചിട്ടി തട്ടിപ്പ് അന്വേഷണവുമായി സഹകരിക്കണം, അതിന് ഉത്തരവിറക്കണമെന്ന ആവശ്യമാണ് രണ്ടാമത്തെ അപേക്ഷയിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഈ രണ്ട് ഹർജികളും എത്രയും പെട്ടെന്ന് പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കണമെന്നായിരിക്കും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെടാൻ പോകുന്നത്. അതേസമയം പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഇന്ന് കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആയിരിക്കും ഹാജരാവുക. സിംഗ്വി പറയാൻ പോകുന്ന കാര്യം, നേരത്തെ തന്നെ 2018 തന്നെ പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അന്നത്തെ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് കത്തയച്ചിരുന്നു. കത്തിൽ വ്യക്തമാക്കിയിരുന്നത് CBIയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് തന്നെ CBIയുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്ന് താൻ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് ഈ കേസിൽ നടക്കുന്നത്. തീർത്തും കാരണമില്ലാതെ യാതൊരു നോട്ടീസും നൽകാതെയാണ് ചോദ്യം ചെയ്യലിനായി എത്തിയിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ പശ്ചിമബംഗാൾ സർക്കാർ CBIക്ക് സ്വതന്ത്രമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള കൺസെന്റ് പിൻവലിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും നടപടിയെടുക്കാനും കഴിയുകയുള്ളൂ. ആ നടപടിക്രമം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യവും പശ്ചിമബംഗാൾ സർക്കാർ അറിയിക്കും. ഏതായാലും കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത് തന്നെയായിരിക്കും വളരെ നിർണായകമായി മാറാൻ പോകുന്നത്. 1994 ഒരു വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, വളരെ സുപ്രധാനമായ കേസുകളിലെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ തന്നെ CBIക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഈ വിധിയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും CBIയുടെ വാദം. ഗോപി, നിയമവശങ്ങളാണ് ഉണ്ണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വശങ്ങൾ ശ്രീലാലിലേക്ക്. ശ്രീലാൽ വന്നു കഴിഞ്ഞാൽ, ഇന്നലെ വാറന്റ് ഇല്ലാത്ത കമ്മീഷണറുടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ് എന്ന ഒരു വാചകം മമതാ ബാനർജിയിൽ നിന്നുണ്ടായി. ഇപ്പോൾ സിംഗൂർ സമര കാലഘട്ടത്തെ ഉണ്ണി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വൈകാരികമായി ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്നലെ ഈ 13 മണിക്കൂർ എന്തായിരിക്കും മമതയ്ക്ക് നൽകുക? മമതയ്ക്ക് ബംഗാൾ രാഷ്ട്രീയത്തിലുള്ള അപ്രമാദിത്വം അരക്കെട്ടുറപ്പിക്കുക തന്നെയാണ് ഈ 13 മണിക്കൂറും ഇനി വരുന്ന മണിക്കൂറുകളും ചെയ്യാൻ പോകുന്നത്. ബംഗാളിൽ BJP വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. ബംഗാളിൽ BJPക്ക് മമതാ ബാനർജിയോട് ഏറ്റുമുട്ടി നിൽക്കാൻ, തെരുവുകളിൽ എവിടെയും ഏറ്റുമുട്ടി നിൽക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടി ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് അടുത്ത ഘട്ടത്തിലേക്ക്, ഇതൊരു ഏറ്റുമുട്ടൽ, തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്. അത് തന്നെയാണ് മമതാ ബാനർജി മുന്നിൽ കാണുന്നതും. അണികളെ ആവേശം കൊള്ളിക്കുക, അണികളെ ആവേശത്തോടെ രംഗത്തിറക്കുക, അത് തന്നെയാണ് മമതാ ബാനർജിയുടെ ശ്രമം. ഇന്നലെ ഈ നാടകങ്ങൾ ഉണ്ടാകാതിരുന്നുവെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആവേശം ഉണ്ടാകില്ലായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയാണ്. അതോടൊപ്പം തന്നെ CBIയുടെ ഈ കേസ്, ശാരദ സൈലന്റ് വാലി ചിട്ടി തട്ടിപ്പ് കേസിൽ മമതാ ബാനർജി ഒരു വളരെ വീക്ക് വിക്കറ്റിൽ തന്നെയാണ്. മമതാ ബാനർജിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ആൾക്കാർ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നും അവർ BJPയിലേക്ക് കൂടി ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ CBIക്ക് വ്യക്തമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നതിനിടെയാണ് ഇത്തരമൊരു നാടകം ഉണ്ടായിരിക്കുന്നത്. ഈ കൊൽക്കത്ത പോലീസ്
പോലീസ് കമ്മീഷനെ ചോദ്യം ചെയ്യാനുള്ള CBIയുടെ നീക്കം തന്നെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവകാശവാദങ്ങളും സൂചനകളും ഉണ്ടാകുന്നത്. അതിനെ തടയിടാൻ മമതാ ബാനർജിക്ക് ഭംഗിയായി സാധിച്ചിരിക്കുന്നു. ഇന്നലെ യാതൊരു വിധത്തിലുള്ള ഒരു മുൻകരുതലുമില്ലാതെ ഇന്നലെ ഈ ചോദ്യം ചെയ്യൽ നടക്കുകയോ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുകയോ ചെയ്തുമായിരുന്നെങ്കിൽ ഉണ്ടാകാൻ സാധിക്കുമായിരുന്ന ഒരു ഡാമേജ് അത് ചെറുക്കാൻ മമതാ ബാനർജി കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണം മമതാ ബാനർജിക്ക് ഒരു കാരണവശാലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും എന്തൊക്കെ നേട്ടം കൊയ്യാം, ഇതിനെ എങ്ങനെയൊക്കെ വഴിതിരിച്ചുവിടാം, ഇതിൽ എന്തൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് മമതാ ബാനർജി ആലോചിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇന്നലെ ഈ CBI ഉദ്യോഗസ്ഥർ ഈ പോലീസ് കമ്മീഷണർ വീട്ടിലെത്തിയപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ അത് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഈ നാടകങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് അവിടെ വെച്ച് ഇവർ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും അങ്ങനെയുള്ള വലിയ നാടകങ്ങൾ ഉണ്ടാകുകയുമാണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ദുരുപയോഗത്തിനെതിരെ സംഘടിക്കുന്നതിനും അതിന് നേതൃത്വം നൽകുന്നതിനും താൻ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് മമതാ ബാനർജി ഈ അവസരം വിനിയോഗിക്കുന്നത്. ശ്രീ ലാലു, ഒരു കാര്യം കൂടി, ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വേണം എന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി ഭരണം വരികയാണെങ്കിൽ പോലും അത് മമത മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യും എന്നുവരെ ചില നിരീക്ഷകർ പറയുകയുണ്ടായി. കാരണം അതുകൂടി അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന്. ആ ഒരർത്ഥത്തിൽ ഈ BJP എത്രമാത്രം കരുതലോടു കൂടിയായിരിക്കും ഇതിനെ സമീപിക്കുക? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് BJP അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ആ ആവശ്യത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ഈ നാടകങ്ങളെല്ലാം വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ ശാരദ ചിട്ടി കുംഭകോണത്തിന്റെ പേരിൽ മമതാ ബാനർജി അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് തന്നെ. മമതാ ബാനർജിക്ക് അങ്ങനെ ഒരു അവസരം കൂടി വീണ് കിട്ടുകഴിഞ്ഞാൽ മമതാ ബാനർജിയെ ഈ ബംഗാളിൽ മുഴുവൻ സീറ്റുകളും പിടിച്ച് മമതാ ബാനർജി അധികാരത്തിൽ വരുമെന്ന മുഴുവൻ സീറ്റുകളും ലോക്സഭയിലെ അത്രയ്ക്കൊരു സാഹചര്യത്തിലേക്ക് മമതാ ബാനർജിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അങ്ങനെ വരണം, ആ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഏറ്റവും അവസാനം ആ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് മമതാ ബാനർജി തന്നെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകണം എന്ന കാര്യത്തിലും സംശയമില്ല. അതാണ് മമതയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഏറ്റവും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും മമതാ ബാനർജിയെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേട്ടമുണ്ടാക്കി അവിടെ നിന്ന് വിജയിച്ചു കയറുന്ന ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. ആ രാഷ്ട്രീയ കളി തന്നെയാണ് മമതാ ബാനർജി ഇവിടെ തുടരുന്നത്. ഉണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉണ്ണി 2-3 പോയിന്റ്സ് ആണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. നേരത്തെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ, വാറണ്ട് ഇല്ലാതെ വന്നു തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഉണ്ണി തന്നെ സൂചിപ്പിച്ച പോലെ 94 എന്ന് ഉണ്ണി തന്നെ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കൃത്യമായി വലിയ കേസുകളിൽ കോടതിക്ക് CBIക്ക് ഇങ്ങനെ ഇടപെടുകയും ചെയ്യാം. CBIയുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്ന ഞങ്ങൾക്ക് ഇടപെടണം അല്ലെങ്കിൽ ഇടപെടാൻ കഴിയും എന്ന് കോടതിയിൽ അവതരിപ്പിക്കുന്ന സാധ്യതകൾ അതെന്തൊക്കെയാണ്? CBI പറയുന്ന ഒന്നാമത്തെ കാര്യം, ശ്രീ CL മനോജ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ CL മനോജ്, വലിയ ഭരണഘടനാ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് മമതയ്ക്ക് ഒരു വലിയ രാഷ്ട്രീയ സാധ്യതയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഏതൊരർത്ഥത്തിലും മമതാ ബാനർജിക്ക് ഇപ്പൊ കൽക്കത്തയിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ, പ്രതിപക്ഷ നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന മമതാ ബാനർജിയാണ് ഈ 13 മണിക്കൂറിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ 13 മണിക്കൂർ രാഷ്ട്രീയ നാടകങ്ങളെ താങ്കൾ വിലയിരുത്തുന്നത്? സ്വാഭാവികമായിട്ടും CBIയുടെ ഈ ഇടപെടലുകൾ മമതാ ബാനർജിക്ക് ഒരു രാഷ്ട്രീയമായിട്ട് ഒരു പ്ലാങ്ക് ആയിട്ടുണ്ട്. മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനത്തും ഇങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളുടെ ഇടപെടലുകൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തന്നെ മമതാ ബാനർജിയെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യുകയാണ്. സുപ്രീം കോടതിയിലേക്ക് വരുന്ന കേസിന്റെ പരിണാമം എല്ലാം ഇനിയുള്ള മുന്നോട്ടുള്ള ഈ യാത്രയെ എങ്ങനെ അത് ബാധിക്കുമെന്നുള്ളത് നോക്കേണ്ടതാണ്. നന്ദി ശ്രീ CL മനോജ്. ഉണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉണ്ണി, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് CBI ഇന്ന് കോടതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന അവരുടെ പോയിന്റ്സ്. ഗോപി, അതായത് CBIയുടെ ഒന്നാമത്തെ വാദം 2014 സുപ്രീം കോടതി തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിച്ചിരുന്നത്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അതിൽ സംസ്ഥാന ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല, അത് കോടതിയലക്ഷ്യ നടപടിയാണെന്നാണ് CBI ഒന്നാമതായി പറയാൻ പോകുന്നത്. കാരണം CBI ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി പോയപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുത്തതടക്കമുള്ള പ്രത്യക്ഷമായ തെളിവുകൾ CBIക്ക് അനുകൂലമായി ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായി ഈ വാദം തന്നെ ഗൗരവമായി വേറിയതാണെന്ന് കോടതി വിലയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് CBI ഉള്ളത്. രണ്ടാമതായി പറയാൻ പോകുന്ന കാര്യം, സംസ്ഥാന സർക്കാർ കൺസെന്റ് പിൻവലിച്ച
ലഭിച്ചതുകൊണ്ട് സർക്കാരിന്റെ അനുമതി കൂടി മാത്രമേ CBIയുടെ എല്ലാ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടക്കൂ എന്നാണ് സർക്കാർ വാദിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കൺസെന്റിന്റെ സാഹചര്യം ഈ കേസിലില്ല. കോടതി തന്നെ അനുവദിച്ച അന്വേഷണമായതുകൊണ്ട് ആ കൺസെന്റ് ഇല്ലാതെ അന്വേഷണം നടത്താം. വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ നിന്ന് 94ലെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യവും CBI ചൂണ്ടിക്കാട്ടും. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്നതിനുള്ള നേരത്തെ ഉത്തരവിൽ ഒന്നുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ ഉത്തരവിറക്കണമെന്നാണ് ഇന്നിപ്പോൾ CBI ആവശ്യപ്പെടാൻ പോകുന്നത്. ഏതായാലും CBIയുടെ ഈ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഈ അന്വേഷണം CBIക്ക് ഏൽപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ, അതേസമയം പശ്ചിമബംഗാൾ സർക്കാർ ഇതിന്റെ രാഷ്ട്രീയമായ ഇടപെടലുകളുടെ തലമടക്കം കോടതിയിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചേക്കും. പശ്ചിമബംഗാളിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വളരെ ശക്തമായ വാദങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം മമത അവിടെ പ്രതിഷേധം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയമായ ഒരു ആംഗിൾ സുപ്രീം കോടതിയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടന്നേക്കാം. അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് താനും. കാരണം അങ്ങനെ മുഖ്യമന്ത്രി അടക്കം പ്രതിഷേധം നടത്തുന്ന കാര്യം കോടതിയിലേക്ക് വലിച്ചിഴച്ച് ആ പ്രതിഷേധത്തിനെതിരെ കോടതിയിൽ നിന്നും ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ മമതയ്ക്ക് അത് രാഷ്ട്രീയമായി പോലും തിരിച്ചടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയുള്ള വാദങ്ങളായിരിക്കും ബംഗാൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കോടതി നടപടികൾ ആരംഭിക്കുന്നതിനായി. ശ്രീലാലിലേക്ക് വന്നാൽ, ശ്രീലാൽ, ഇപ്പോൾ മമത വേഴ്സസ് മോദി, പ്രതിപക്ഷ നിര മമതയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അവിടുത്തെ CPMന്റെ അവസ്ഥ എന്താണ്? CPM മാത്രം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ CPMന്റെ അവസ്ഥ. CPMന് ഇരുഭാഗത്തും ചേരാൻ കഴിയാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. BJPക്കൊപ്പം ഒട്ടും പോകാൻ സാധിക്കുകയില്ല. അതേസമയം പ്രാദേശിക നിലനിൽപ്പ് കണക്കിലെടുക്കുമ്പോൾ മമതാ ബാനർജിക്കൊപ്പം പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM സ്വന്തം നിലയ്ക്ക് ഒരു നിലനിൽപ്പിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് മമതാ ബാനർജി നടത്തുന്ന ഈ നാടകത്തിന്റെ ബാക്കി എന്താകും എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ നിന്നും എന്ത് വരും എന്നുള്ളത് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. അത് കോടതിയുടെ തീരുമാനങ്ങൾ, കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതി ഉചിതമായ തീരുമാനമെടുക്കും. പക്ഷേ മമതാ ബാനർജി ഈ നാടകം കളിച്ചതിലൂടെ ഒരു കാര്യം മമതാ ബാനർജി തെളിയിച്ചു. കോടതി എന്ത് പറഞ്ഞാലും താൻ തൻ്റെ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും അവസാന ശ്രമം വരെ നടത്തി, അല്ലെങ്കിൽ അവർക്കൊപ്പം ഉറച്ചു നിന്നു എന്നുള്ള ഒരു പ്രതീതി മമതാ ബാനർജി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കോടതിയിൽ നിന്നും ഈ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയാൽ പോലും അദ്ദേഹത്തിന് മമതാ ബാനർജിയുടെ ഒരു വലിയ പിന്തുണയും പിൻബലവും ഉണ്ട് എന്ന് മമതാ ബാനർജി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാലിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് കേന്ദ്ര CBIയുടെ മുന്നിൽ പോയി വീണു കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ സാധിക്കും. ആ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം എന്നുള്ള ഒരു പ്രഖ്യാപനം മമതാ ബാനർജി നടത്തിയതുകൊണ്ട് ശ്രീ ദേവരാജൻ കൂടി ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേർന്നു. ശ്രീ ദേവരാജൻ, 13 മണിക്കൂറായി മമത സത്യാഗ്രഹം തുടരുന്നു. പ്രതിപക്ഷ നേതാക്കൾ കൊൽക്കത്തയിലേക്ക് പോകുന്നു. ഈ 13 മണിക്കൂറിന്റെ രാഷ്ട്രീയം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? 2013 ഈ കേസ് ഉണ്ടാകുന്നത്, ശാരദാ കേസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 13 മണിക്കൂർ എന്തോ പ്രത്യേകമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. സത്യത്തിൽ 2 ഗവൺമെന്റുകളും, സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധികളുടെ മറ്റൊരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ പ്രധാനപ്പെട്ട ആളുകൾ പുറത്തു പോകുന്ന പത്രസമ്മേളനം നടത്തുന്നതും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു നാടകം കൊൽക്കത്തയിൽ അരങ്ങേറുന്നത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. ബംഗാൾ രാഷ്ട്രീയത്തിൽ വൈകാരികത കൊണ്ട് വലിയ സാധ്യതകൾ നേടിയ വ്യക്തി കൂടിയാണ് മമത. ഇപ്പോഴുണ്ടാക്കിയ ഇന്നലെ വന്ന ചോദ്യം തന്നെയായിരുന്നു, എൻ്റെ ഉദ്യോഗസ്ഥനെ ഞാൻ സംരക്ഷിക്കുമെന്നുള്ളതായിരുന്നു. രാഷ്ട്രീയമായി ഈ ഇപ്പോൾ നടത്തിയ രാഷ്ട്രീയ നാടകം എത്ര മമതയെ കൂടുതൽ കരുത്തിട്ടതാക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 2013 ആരംഭിച്ച ഈ കേസിൽ മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പങ്ക് ഈ തട്ടിപ്പിൽ നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഒട്ടനവധി ആളുകൾ, MP-മാര്, മന്ത്രിമാരൊക്കെ ഈ കേസിൽ പ്രതികളായി ജയിലിൽ പോവുകയും അവരുടെ ഞാൻ ചോദിച്ചത്, മമത ഇപ്പോഴും വലിയ കുരുക്ക് തന്നെയാണ് ഈ കേസിൽ അവർ ചിലപ്പോൾ പെട്ടേക്കാം. ആ ഒരു സാധ്യത കൂടി രാഷ്ട്രീയ ബദൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് വീഴാൻ പോകുന്ന വിക്കറ്റിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നാടകമായി ഇതിനെ കാണണോ എന്നാണ് ചോദിച്ചത്. അല്ല, അത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതിന് CBI തെരഞ്ഞെടുത്ത സമയം അർദ്ധരാത്രിയിൽ പോയി പോലീസ് കമ്മീഷണർ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലല്ലോ CBIയുടെ ഉത്തരവാദിത്വം. മാത്രമല്ല CBI ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം തന്നെ തെറ്റായ വാദം തന്നെയാണ്. മമതാ ബാനർജി ഇത് ഉപയോഗിക്കായിരിക്കും. CBI പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാനും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും വന്നതെന്ന് പറയുന്ന വാദം ശരിയല്ല. സുപ്രീം കോടതിയിൽ എന്താണ് പറഞ്ഞത്? ഈ കേസ് അന്വേഷിക്കാൻ 2014 സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗമാണ് ശ്രീ രാജീവ് കുമാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പോലീസ് കമ്മീഷണർ.
അന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു വിചിത്രമായ വാദം സുപ്രീം കോടതിയുടെ മുമ്പിൽ വെച്ചിരുന്നു. ആ വാദം എന്തായിരുന്നു? ഞങ്ങൾക്ക് CBIയിലെ ചില ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളിങ്ങനെ പരസ്പരം ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്, പരസ്പരം സഹകരിച്ച് ഈ കേസ് മുന്നിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണം. കാരണം 2500 കോടി രൂപയോളം വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം ആളുകളുടെ സാധാരണക്കാരുടെ നിക്ഷേപമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരകൾക്ക് നീതി ലഭിക്കേണ്ടത് ആവശ്യമാണ്. ആ രീതിയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പോയി നിങ്ങൾ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. പക്ഷെ അതിന് ഈ ആരെങ്കിലും തയ്യാറാകുന്നില്ല എങ്കിൽ, ഈ പോലീസ് കമ്മീഷൻ തന്നെ തയ്യാറാകുന്നില്ല എങ്കിൽ തിരിച്ച് വീണ്ടും സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു CBIക്ക്. സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ നിർദ്ദേശം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് CBIക്ക് ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു ആവശ്യം നടത്താതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം പോയിട്ട് അവിടുത്തെ പോലീസ് കമ്മീഷനെ അറസ്റ്റ് ചെയ്യുകയും അതുവഴി മമതാ ബാനർജിയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ശ്രമിക്കുന്ന ആ ഒരു രാഷ്ട്രീയ നാടകം, ആ രാഷ്ട്രീയ നാടകത്തിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രാഥമിക പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനെ പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രീമതി മമതാ ബാനർജി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടും ഈ തട്ടിപ്പിൽ നിന്നുള്ളവരുടെ പങ്ക് ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതുമാണ് എന്റെയും പ്രാഥമികമായ പ്രതികരണം. നന്ദി ശ്രീ ദേവരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, കൊൽക്കത്തയിലെ നാടകീയ സംഭവങ്ങളിൽ CBI സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് തന്നെയാണ്. ഉണ്ണിയാണ് ചേരുന്നത്. ഉണ്ണി, കോടതിയിൽ ഈ വിഷയം എത്തി എന്ന് മനസ്സിലാക്കുന്നു, വിവരങ്ങൾ? ഗോപി, അതായത് CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CBI അന്വേഷണത്തിന് സഹകരിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അന്വേഷണവുമായി സഹകരിക്കുന്നതിന് നിർദ്ദേശം നൽകി ഉത്തരവിറക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കോടതിയെ ലക്ഷ്യ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയും ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട് CBI എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഈ രണ്ട് ഹർജികളും രജിസ്ട്രിയിൽ ഫയൽ ചെയ്ത് സാങ്കേതികമായി ആ നടപടിക്രമം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ അത് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ പരാമർശിക്കാനുള്ള നീക്കമായിരിക്കും CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഇത് പരാമർശിച്ചു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ വിഷയത്തിന്റെ വലിയ അടിയന്തര പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഇന്ന് 10:30 മണിക്ക് തന്നെ ഈ കേസ് പരിഗണിക്കുന്നതിനായി ചീഫ് ജസ്റ്റിസ് തയ്യാറാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ നാളെയോ ഈ ഹർജി പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ അതിനിടയിലുള്ള സമയത്ത് രാഷ്ട്രീയമായ വിവാദങ്ങൾ അതേപടി തുടരാൻ തന്നെയാണ് സാധ്യത ഉണ്ടാവുക. ഇതിന് വലിയ അടിയന്തര സ്വഭാവമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുകയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിനുള്ള വാദമായിരിക്കും ഇപ്പോൾ നടത്തുക. അങ്ങനെ അടിയന്തര പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുകയും കേസ് പരിഗണിക്കുകയും ചെയ്താൽ ഇന്ന് തന്നെ കോടതി ഉത്തരവിറക്കുമോ എന്നതും വളരെ ശ്രദ്ധേയമാകും. തീർച്ചയായും മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ കേസ് കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി കോടതി നടപടികളിലാണ് നമ്മൾ ശ്രദ്ധയൂന്നുന്നത്. കോടതി എന്തു പറയുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രാധാന്യവും. പശ്ചിമബംഗാൾ കേസിലേക്ക്. പശ്ചിമബംഗാൾ കേസ് നാളെ പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. CBI നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. ഉണ്ണി ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? സുപ്രീം കോടതിയിൽ ബംഗാളിലെ നാടകീയ സംഭവങ്ങൾ CBI കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. CBIക്ക് വേണ്ടി ഹാജരായ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് അസാധാരണമായ സംഭവ വികാസങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ധർണയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അന്വേഷണവുമായി സഹകരിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ധർണയും മറ്റും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹർജി അസാധാരണ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഇന്ന് CBI. ഈ സാഹചര്യത്തിലാണ് ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നാളെ പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഹർജി നാളെ പരിഗണിക്കാൻ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബംഗാൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ നേരിട്ട് ഹാജരായിക്കൊണ്ട് വലിയ വിയോജിപ്പുകളൊന്നും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ കോടതി ഹർജി നാളെ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാകണം. ഉണ്ണി, ഇത്രയും അടിയന്തര പ്രാധാന്യം, എൻ്റെ ഒരു സംശയമാണ്, ഇത്രയും അടിയന്തര പ്രാധാന്യമുണ്ടെന്ന് CBI ആവശ്യപ്പെടുമ്പോഴും നാളെ പരിഗണിക്കാം എന്ന് പറയാനുള്ള സാഹചര്യം അത്ര അടിയന്തരമുള്ള അല്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. ഒപ്പം വളരെ നിർണായകമായ നിരീക്ഷണവും അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ചിട്ടി തട്ടിപ്പ് കേസിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. വളരെ ഗുരുതരമായ രീതിയിലുള്ള കോടതി ഇടപെടലുകൾ പ്രതീക്ഷിക്കേണ്ടി വരും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതോർത്ത് കുറ്റബോധം തോന്നേണ്ട സാഹചര്യം ഉണ്ടാകും. കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ മറുപടി അതിലുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി
കോടതിയുടെ നിലപാട് സമീപനം ഇക്കാര്യത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വലിയ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെയാണ് കോടതി ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. ചിട്ടി തട്ടിപ്പ് കേസിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനോ തെളിവ് നശിപ്പിക്കുന്നതിനോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോ സംസ്ഥാന സർക്കാരോ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നാണ് കോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് തെളിവ് നശിപ്പിക്കുക, കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ മമത നടത്തുന്ന രാഷ്ട്രീയ നീക്കവും അത് ഈ സംരക്ഷണത്തിന്റെ പരിധിയിൽ ആയി, സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ പരിധിയിലായി കോടതി കണ്ടേക്കാമോ? അതായത് കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാൽ മതി. ഈ സംസ്ഥാന സർക്കാരിന്റെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഇടപെടൽ സംബന്ധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിനും ഈ കേസിലെ അന്വേഷണത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് ഈ CBI ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തീർത്തും അസാധാരണമായ സംഭവവികാസങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ധർണയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അസാധാരണ സാഹചര്യം പരിഗണിച്ച് ഹർജി വേഗത്തിൽ പരിഗണിക്കണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് നടത്തുന്നത്. 4 തവണ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് നോട്ടീസ് അയച്ചിരുന്നു. ഇലക്ട്രോണിക് എവിഡൻസുകൾ, ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും അടക്കമുള്ള ഈ കേസിലെ നിർണായകമായ ഇലക്ട്രോണിക് തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അത് ഹാജരാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകാനും ആവശ്യപ്പെട്ടു. എന്നാൽ അതൊന്നും നൽകാതെ അന്വേഷണവുമായി സഹകരിക്കാത്ത നിലപാടാണ് രാജീവ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് രാജീവ് കുമാറിനോട് ഉടൻ കീഴടങ്ങാൻ ആവശ്യപ്പെടണമെന്നാണ് CBI ഇന്ന് കോടതിക്ക് മുമ്പാകെ വെച്ച കാര്യം. അത് പരിഗണിച്ചുകൊണ്ടാണ് നാളെ കേസ് പരിഗണിക്കാമെന്ന് പറയുകയും ഒപ്പം ഈ നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്ന് നടന്നുവെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ബന്ധപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരും, അവർക്ക് അതോർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കൃത്യമായ മുന്നറിയിപ്പാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. അപ്പോഴും നാളെയാണ് കേസ് പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കേസ് പരിഗണിക്കുമ്പോൾ, ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ബംഗാൾ സർക്കാരിന് അവരുടെ ഭാഗം പറയാനുള്ള അവസരം ഉണ്ടായോ? നാളെ അത് പരിഗണിക്കുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും അതിന്റെ രീതി? നാളെ സ്വാഭാവികമായും ബംഗാൾ സർക്കാരിനും അവരുടേതായ വിശദീകരണം നൽകേണ്ടി വരും. ബംഗാൾ സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഹാജരാവുക. അദ്ദേഹത്തിന്റെ വാദങ്ങൾ നടക്കും. ബംഗാൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായതെന്ന വിശദീകരണം നൽകേണ്ടി വരും. കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തു നിന്നും 5 പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന വിശദീകരണവും നൽകേണ്ടി വരും. ഇന്നിപ്പോൾ CBI അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളും അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമവുമാണ് നടക്കുന്നതെന്ന സൂചന നൽകിക്കൊണ്ടുള്ള വാദമാണ് CBI നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള ഇടപെടൽ നടത്തിയതെന്ന വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് മമതാ ബാനർജി രാഷ്ട്രീയമായി വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും പ്രതിപക്ഷ ഐക്യത്തോടുകൂടി ആ വിഷയത്തെ ശക്തമായി രാഷ്ട്രീയമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. അതേസമയം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് അത്രമേൽ ഗുണകരമാകുന്ന പ്രാഥമിക നിരീക്ഷണങ്ങളല്ല ഇന്നുണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടാനുള്ള ശ്രമം നടന്നുവെന്ന് കണ്ടെത്തുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ സർക്കാർ നൽകുന്ന വിശദീകരണം അത് തൃപ്തികരമാകുന്നില്ല കോടതിക്കെങ്കിൽ മമതയ്ക്ക് ജുഡീഷ്യറിയിൽ നിന്നും വലിയ തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. തീർച്ചയായും മുന്നിൽ സൂചിപ്പിക്കുന്ന പോലെ കൃത്യമായ മുന്നറിയിപ്പുമായി സുപ്രീം കോടതി നാളെയാണ് കേസ് പരിഗണിക്കുന്നത്.